നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കസ്റ്റാർഡിന്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കസ്റ്റാർഡ് പൗഡർ ഒന്ന് കുറച്ച് പാലിലൊന്ന് കലക്കി വെക്കാം. ഇതൊരു അര ഗ്ലാസ് പാലുണ്ട്. തിളപ്പിക്കാത്ത പാലാണ്. തിളപ്പിച്ച പാലാണെങ്കിലും തിളപ്പിക്കാത്ത പാലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏത് വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വാനിലേൻ്റെ ഫ്ലേവറിലെ കസ്റ്റാർഡ് പൗഡറാണ്. അതിന് പകരമായിട്ട് നമുക്ക് വേറെ ഏത് ഫ്ലേവറാണോ ഇഷ്ടം അതെടുക്കാം. 1/2 ലിറ്റർ പാലും കൊണ്ടാണ് ഞാൻ ഈ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1/2 ലിറ്റർ പാലിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ മാത്രം മതിയാകും. അതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അവസാനം ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് കട്ട പിടിച്ചു. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ മാത്രം മതിയാകുമേ. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാലിലൊന്ന് കലക്കിയിട്ട് മാറ്റി വെക്കാം. ഇതുപോലെ കലക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എളുപ്പമായിരിക്കും. അതല്ലാണ്ട് നമ്മൾ 1/2 ലിറ്റർ പാലിലേക്കും കസ്റ്റാർഡ് പൗഡർ കലക്കാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കട്ട പിടിച്ച് പോവുകയും ചെയ്യും. നമുക്ക് നല്ലൊരു സോസ് പരുവത്തിൽ കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ ഇത് കലക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഒരു പാനിലേക്ക് 2 കപ്പ് പാലെടുക്കുന്നുണ്ട്. 1/2 ലിറ്റർ പാലാണ്. 250 ml കപ്പാണ്. ഇത് തിളപ്പിക്കാത്ത പാലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിളപ്പിച്ച പാലാണെങ്കിലും തിളപ്പിക്കാത്ത പാലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ പാല് പാത്രത്തിലേക്ക് ഒട്ടിപ്പിടിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസിൻ്റെയൊക്കെ പകുതി വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വേവിക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ പാലെടുക്കുന്ന സമയത്ത് ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കുക. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം. വെള്ളം ഒഴിക്കുകയാണെങ്കിൽ പിന്നെ അടിയിൽ പിടിക്കില്ല എന്തായാലും. അതുപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പാട കിട്ടൂലേ മുകളിൽ, അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പാലിപ്പോൾ തിളയ്ക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള മധുരം കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കുമിച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ആദ്യം നമ്മളൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പഞ്ചസാര അലിഞ്ഞതിന് ശേഷം മധുരം പാകാണെന്ന് നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ പാകത്തിനുള്ളൊരു മധുരമാണ്. കൂടുതൽ മധുരം നന്നായിട്ട് മുമ്പിലിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ട് മാത്രം ചെയ്താൽ മതി. ആദ്യം 3 ടേബിൾ സ്പൂൺ മാത്രം ഇട്ട് കൊടുത്ത് നോക്കുക. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് ആദ്യം നമ്മൾ കലക്കി വെച്ചിരുന്ന കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, പാലിൽ കലക്കി വെച്ചിരുന്നത്, അത് ചേർത്ത് കൊടുക്കാം. ചേർക്കുന്നതിന് മുൻപായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണേ, കാരണം പൊടിയൊക്കെ അടിയിൽ പോയി അടിഞ്ഞ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇളക്കിയും കൂടെ കൊടുക്കണം. ഒരു കൈ കൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക, മറ്റേ കൈ കൊണ്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യണേ. ഇളക്കി കൊടുക്കാതിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകും. അതുകൊണ്ട് ഒരു കൈ കൊണ്ട് എന്തായാലും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരെ നന്നായിട്ട് ശ്രദ്ധിക്കുക. കാര്യം ഇത് പറയുമ്പോൾ എളുപ്പമാണെങ്കിൽ നമ്മൾ പൊടിയെടുക്കുന്നതിൻ്റെ അളവ് കൂടി പോവുകയോ അതല്ലെങ്കിൽ ഇതുപോലെ ഇളക്കിയെടുക്കുന്ന സമയത്ത് കൂടുതൽ കട്ട പിടിച്ച് പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് അത്ര നന്നായിട്ട് വരില്ല. അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യണേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളതെങ്കിലും കുറച്ചൊരു വാനിലേൻ്റെ ഫ്ലേവർ കുറവുണ്ട്. അതുകൊണ്ട് ഒരു 2 തുള്ളി വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ കുറച്ച് ലൂസാണെന്ന് തോന്നും, അത് ചൂടായിരിക്കുന്നതുകൊണ്ടാണ്. തണുത്ത് കഴിയുമ്പോൾ ഇതൊന്നും കൂടെ നന്നായിട്ടൊന്നും കൂടി ഒന്ന് കുറുകി വന്നോളും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നാലും ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അവസാനം നമ്മൾ കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് വരില്ല. അതുകൊണ്ട് ഇതൊരു ജ്യൂസ് അരിക്കുന്ന അരിപ്പയിൽ കൂടെ നമുക്കൊന്ന് അരിച്ചു കൊടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടിക്കോളും. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള സോസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സോസ് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വരെയൊക്കെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം കേട്ടോ. അമൂലിൻ്റെയൊക്കെ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ കസ്റ്റാർഡ് പൗഡർ പാലിൽ കലക്കിയിട്ട് ചേർത്തില്ല, ആ ഒരു സമയത്ത് ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വന്നോട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ, കാരണം ചൂടുള്ളത് കൊണ്ട് തന്നെ മേലെ പാട കിട്ടും. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് റൂം ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പോൾ ഇത് ചൂടൊക്കെ പോയിട്ട് റൂം ടെമ്പറേച്ചർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ പുറത്തേക്ക് എടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ചും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് നല്ല പഴുത്ത മധുരമുള്ള മാങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ 2 കളറിലെ മുന്തിരി എടുത്തിട്ടുണ്ട്. ഇത് നല്ല മധുരമുള്ളത് തന്നെയാണ്. പിന്നെ പോമഗ്രാനൈറ്റും ആപ്പിളും ചേർക്കുന്നുണ്ട്. എല്ലാം 1/4 കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. മുന്തിരി കുരുവില്ലാത്തതാണ്. ഇനി കുരുവുള്ള മുന്തിരി ആണെങ്കിൽ അതിൻ്റെ കുരു ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ചേർത്താൽ മതി. മുന്തിരി എപ്പോഴും ഇതുപോലെ മുറിച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്.
വലിയ മുന്തിരി ആയതുകൊണ്ട് തന്നെ കറുത്തത് ഒരു 4 കഷ്ണമാക്കിയിട്ടുണ്ട്, പച്ചമുന്തിരി ഒരു 2 കഷ്ണമാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൂട്ട്സിലേക്ക് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം ഒലിക്കുന്ന ഫ്രൂട്ട്സ് ഒന്നും ചേർക്കരുത് എടുത്തു വെച്ച് കഴിയുമ്പോൾ. അതായത് തണ്ണിമത്തം പോലെയുള്ള ഫ്രൂട്ട്സ് ചേർക്കുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് വെള്ളം വരും, അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ലൂസായിട്ട് പോകും. അതുകൊണ്ട് അതുപോലെയുള്ളത് പരമാവധി ഒഴിവാക്കുക. പിന്നെ പൈനാപ്പിളൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ വേവിച്ചതിന് ശേഷം മാത്രം ചേർക്കുക. പൈനാപ്പിൾ വേവിക്കാതെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് വരും, അതുകൊണ്ടാണ്. പിന്നെ പഴമൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളിയുള്ള ഫ്രൂട്ട്സ് ഒന്നും ചേർക്കണ്ട കേട്ടോ. മുന്തിരിയൊക്കെ ഒരുപാട് പുളിയാണെങ്കിൽ നമുക്ക് ചേർക്കേണ്ട, ഒഴിവാക്കാം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വേണമെങ്കിലും ചേർക്കാം. അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ബദാമൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം. മുന്തിരി അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ 1/2 ലിറ്റർ പാലല്ലേ എടുത്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് ഫ്രൂട്ട്സ് ഒക്കെ ഒരു 1/4 കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന എല്ലാ അളവുകളും ഡബിൾ ആക്കിയിട്ട് ചെയ്താൽ മതി. അതായത് പാലൊരു 1 ലിറ്റർ എടുക്കുക, പഞ്ചസാര നമ്മൾ 3 ടേബിൾ സ്പൂൺ അല്ലേ ചേർത്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ ഒരു 6 ടേബിൾ സ്പൂണോ 7 ടേബിൾ സ്പൂണോ ചേർത്താൽ മതിയാകും. പിന്നെ കസ്റ്റാർഡ് പൗഡർ എടുക്കുമ്പോൾ 4 ടേബിൾ സ്പൂൺ വരെ എടുക്കാം കേട്ടോ. 1 ലിറ്റർ പാലാണ് എടുക്കുന്നതെങ്കിലാണ് 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എന്ന് പറഞ്ഞത്. 1/2 ലിറ്റർ പാലിന് 2 ടേബിൾ സ്പൂൺ തന്നെ മതിയാകും. ഇനി ഫ്രൂട്ട്സും സോസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു 1 മണിക്കൂറൊക്കെ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ സോസ് പ്രത്യേകം തന്നെ വേറെ തണുപ്പിക്കാനായിട്ട് വെക്കുക. ഫ്രൂട്ട്സ് ഒക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേറെ തണുപ്പിക്കാനായിട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് രണ്ടും കൂടി എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് തണുക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി. ഞാൻ ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ ഫ്രൂട്ട്സും സോസൊക്കെ മിക്സ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഫ്രൂട്ട്സും സോസൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇതിപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് തണുത്തിട്ടുണ്ട്, എന്നാലും ഇത്രയും പോരാട്ടോ. കുറച്ചും കൂടെ സമയം വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ കാണിക്കാനുള്ളത് കൊണ്ടാണ് പുറത്തേക്ക് എടുത്തത്. ഇത് കണ്ടില്ലേ, കുറച്ചും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലും കുറുകിയിട്ട് നന്നായിട്ട് കട്ട പോലെയുള്ളതാണ് വേണ്ടതെങ്കിൽ നമ്മൾ കസ്റ്റാർഡ് പൗഡർ ചേർത്തതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് സമയം കുറുക്കിയെടുത്താൽ മതി കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാകത്തിന് മധുരമൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റാണ്. ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു ഡെസേർട്ടാണ് ഇത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ എഴുതുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണുന്നില്ലേ, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതേപോലെയുള്ള നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.